വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജാസ്മിൻ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, നമ്മുടെ കബോർഡിലൊക്കെ ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടാവും. അത് പഴയതായിട്ടോ അല്ലെങ്കിൽ തുണി നരച്ചിട്ടോ ഒക്കെ നമുക്ക് ഉപേക്ഷിക്കാൻ ഒരു മടി. കാരണം അതൊന്നെങ്കിൽ നമുക്ക് നല്ല കംഫർട്ടായിരിക്കും ഇടാൻ, നല്ല കറക്റ്റ് അളവൊക്കെ ആയിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയതായിരിക്കും, എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വന്നിട്ട് നമുക്ക് ഉപേക്ഷിക്കാൻ മടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വന്നോളൂ, നമുക്ക് അതിനൊന്ന് പുത്തനാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരെണ്ണം പുത്തനാക്കിയതാണ്. എൻ്റെ അങ്ങനെ പഴയതല്ല കേട്ടോ. ഞാനത് കോഡ് സെറ്റ് ഇറങ്ങിയ സമയം ഉണ്ടായിരുന്നല്ലോ. കോഡ് സെറ്റ് ഇപ്പോഴും ട്രെൻഡാണ്. കുറച്ച് മുന്നേ ഭയങ്കര ട്രെൻഡായിരുന്നു. നമ്മുടെ നാട്ടിലേക്ക് എപ്പോഴും ട്രെൻഡ് എത്താൻ കുറച്ച് ലേറ്റ് ആവുമല്ലോ, പിന്നെ എല്ലാവരുടെയും അതുണ്ടാവും. അപ്പോൾ ഈ കോഡ് സെറ്റ് കുറേ നാൾ മുന്നേ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പം ഞാനത് ഫസ്റ്റ് ഇട്ടപ്പോഴുണ്ടല്ലോ, പിള്ള മനസ്സിൽ കള്ളമില്ലല്ലോ. ഞാനെപ്പോഴും കുട്ടികളോടാണ് ചോദിക്കുക എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അമ്മാൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ചോദിക്കുക, അമ്മാൾ എന്നോട് ചോദിക്കണേ, അമ്മ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുവാണ്, നേഴ്സിൻ്റെ യൂണിഫോം പോലെ ഇട്ടത് പോരെ. ഞാനത് അത്രയും ആഗ്രഹിച്ച് വാങ്ങിച്ചത്. കമ്പനിയിൽ നിങ്ങൾ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും, ഒരു ബ്ലൂ കളറാണ് ശരിക്കും. ബ്ലൂ മുകളിലും താഴെയും കോഡ് സെറ്റാണല്ലോ, അപ്പോൾ ഒരേപോലെയല്ലേ. അപ്പോൾ ബ്ലൂ കളർ കണ്ടപ്പോൾ കുട്ടി വിചാരിച്ചു നേഴ്സുകാരെ യൂണിഫോം, നേഴ്സിൻ്റെ യൂണിഫോമിന് പ്രശ്നം ഉണ്ടെന്നൊന്നുമല്ലാട്ടോ ഞാൻ പറഞ്ഞു വന്നത്. ഇനി അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എന്തായാലും യൂണിഫോം ഇട്ടിട്ട് പുറത്തിറങ്ങാൻ വിചാരിക്കില്ലല്ലോ. അപ്പം തന്നെ ഞാൻ വിചാരിച്ചതാണ് ഇത് ഞാനൊന്ന് കളർ മാറ്റിയെടുക്കും എന്നുള്ളത്. അപ്പോൾ അത് കളർ മാറ്റിയതിൻ്റെ വീഡിയോ ആണെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് ഞാൻ ലാസ്റ്റ് സാറിനെ കാണിക്കാം. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ഈ കവറിലായിരുന്നു കേട്ടോ. ഇത് കൊല്ലങ്ങളായി ഞാൻ വാങ്ങി വെച്ചിട്ട്, ഒരു 3 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. ഇത് ഡൽഹിയിലുള്ളപ്പോൾ ഞാൻ മേടിച്ചതാണ്. ഇങ്ങോട്ട് ഷിഫ്റ്റായി വന്നിട്ടും ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. ഇത് ആപ്രൺ ആണ്. പിന്നെ ഇതെന്തൊക്കെയാണ്, ഇത് അതിൻ്റെ ഗ്ലൗസ് ആണ്. ഇതാണ് ശരിക്കും കളറ്. ഇതതിൻ്റെ ഫിക്സഡ്, നമ്മൾ കളർ ചെയ്തിട്ട് അത് ഫിക്സ് ചെയ്യണമല്ലോ, അതിനൊഴിക്കുന്ന ഒരു ലിക്വിഡാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് 5 പാക്കറ്റ് ഉണ്ടാവും. ഇത് ഞാൻ രണ്ടാമത്തെയാണ് വാങ്ങിക്കുന്നത്. ഞാൻ മുൻപ് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് ചെയ്യാനായിട്ട്. ഇത് 5 പാക്കറ്റ് ഉണ്ട്. 5 പാക്കറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് അത്രയൊന്നും വേണ്ട, ഞാൻ ഓരോ ഐറ്റം അല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരേ ഒരു പാക്കറ്റ് മതി. ഫുള്ള് സാരിക്കാണെങ്കിലും ഇതിൽ പറയുന്നത് അവർ ഒരു പാക്കറ്റ് കൊണ്ട് ഒരു ഫുൾ സാരി ചെയ്യാമെന്നൊക്കെയാണ്. ഞാനിപ്പോൾ ഒരു ഐറ്റം അല്ലേ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഒരെണ്ണം എടുക്കണമല്ലേ. നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടില്ല. പഴയ ഏതെങ്കിലും ബക്കറ്റ് ആയാലും മതി കേട്ടോ. നമ്മൾ വീടിനകത്ത് ചെയ്യണ കാരണം വെള്ളം പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ സെറ്റപ്പൊക്കെ ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. നിലത്താവണ്ടല്ലോ, കളർ വെള്ളം ആവണ്ടല്ലോ വെച്ചിട്ടാണ്. അപ്പോൾ നല്ല തിളപ്പിച്ച വെള്ളം തന്നെ എടുക്കുക. 10-15 ലിറ്റർ എടുക്കുക. അതായത് നമ്മുടെ തുണി മുങ്ങി കിടക്കുന്ന അത്രയും വെള്ളം വേണം. എന്നിട്ട് ഒരു പാക്കറ്റാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട്, ലെംസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇളക്കാനായിട്ട് ഇതുപോലുള്ള മരത്തവിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, മരത്തിൻ്റെ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അതും ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് അതിൽ 2 സ്പൂൺ ഉപ്പും കൂടി ഇടണം കേട്ടോ. അത് ഞാൻ കാണിക്കാൻ മറന്നതാണ്. വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ക്ലിപ്പിങ്സ് കാണുന്നില്ല. ഇനി അതിൽ നമ്മൾ തുണി ഒരു 20 മിനിറ്റ് മുക്കി വെക്കണം. അതിനുശേഷം നമ്മൾ ഈ ഫിക്സർ ഉണ്ടല്ലോ, അത് ഇത് വെള്ളം നോർമൽ വാട്ടർ ആണ് കേട്ടോ, ഹോട്ടല്ല. നോർമൽ വാട്ടറിൽ അതൊന്ന് എടുത്തിട്ട് 20 മിനിറ്റിന് ശേഷം നല്ലപോലെ ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ, ഇടുമ്പോൾ തന്നെ. എന്നാലാണ് എല്ലായിടത്തേക്കും കളറാവുള്ളൂ. എന്നിട്ട് ഈ ഫിക്സറിലേക്ക് മാറ്റണം. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളത് എടുത്തിട്ട് ഫിക്സറിലേക്ക് മാറ്റുക. അപ്പോൾ ഇതുപോലെ ഗ്ലൗസ് ഇടുന്നതാണ് നല്ലത്. കൈ കൊണ്ട് എടുക്കുമ്പോൾ കുറച്ചധികം നേരം നമ്മുടെ കയ്യിൽ ആ കളർ ഇരിക്കും. കഴുകി കഴിഞ്ഞാൽ പോവും, എന്നാലും കുറച്ചധികം നേരം കയ്യിലിരിക്കും. അതുകൊണ്ട് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് എടുക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ കമ്പൗണ്ട് എടുത്താലും മതി. നമ്മൾ നന്നായി ഡ്രൈ ആക്കിയിട്ട് എടുക്കണമല്ലോ വെച്ചിട്ട് ഇങ്ങനെ തന്നെ പിഴിഞ്ഞിട്ട് തന്നെ എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലും അതുപോലെ തന്നെ ഒരു 10-15 മിനിറ്റ് മുക്കി വെക്കുക. അപ്പോഴാണ് ശരിക്കും കളറ് പിടിക്കുകയുള്ളൂ. നല്ലതുപോലെ മുക്കി വെച്ചിട്ട് പിന്നീട് നമുക്ക് 15 മിനിറ്റിന് ശേഷം നല്ല സാധാരണ വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ ഇതിൻ്റെ കളറ് പോകുന്നത് വരെ കഴുകിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ കളറ് പോകാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒരു 2-3 തവണ നമ്മൾ വെള്ളം മാറ്റി മാറ്റി കഴുകുക. ഇതിപ്പോൾ ഞാൻ ഒരു തവണയേ കഴുകിയിട്ടുള്ളൂ. ഇനി 2-3 തവണ കഴുകുന്നുണ്ട്. അതിനുശേഷം നമ്മളത് ഡ്രൈ ആക്കാം. ഇങ്ങനെ നമ്മൾ നല്ലപോലെ 2-3 തവണ കഴുകി എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു തവണയെ കാണിച്ചിട്ടുള്ളൂ. എന്നിട്ട് തണലത്ത് ഇട്ടിട്ട് വേണം ഉണക്കാൻ. അപ്പോൾ കണ്ടില്ല, ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തത്. അപ്പോൾ ഇനി ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അതിന് മുന്നേ ഞാൻ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മളിത് ഡ്രൈ ചെയ്തെടുത്തുല്ലോ, പിഴിഞ്ഞെടുത്തിട്ട് ഡയറക്റ്റ് സൺലൈറ്റിൽ കൊണ്ട് ഉണക്കാതെ റൂമിൻ്റെ ഉള്ളിൽ ഞാൻ ഫാൻ ഇട്ടിട്ടാണ് സംഭവം ഉണക്കിയെടുത്തത്. അതിനുശേഷം നന്നായി അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്യണമെന്നൊന്നും അവർ പറയുന്നില്ല, എന്നാലും ഉണങ്ങിയതിന് ശേഷം നമ്മൾ നല്ലപോലെ അയൺ ചെയ്തെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ക്ലോത്തിൽ, പല ക്ലോത്തിലും പല ടൈപ്പാണ്. കോട്ടൺ, ഡ്രയോൺ, അതിലൊക്കെ നമ്മൾ സോൾട്ടാണ്. പിന്നെ പോളിസ്റ്റർ, അങ്ങനത്തെ
കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണെങ്കിൽ അതിൽ വിനെഗറാണ് ഒഴിക്കേണ്ടത്. അത് നമ്മൾ വാങ്ങിക്കുന്ന ഇതിൽ കളർ നമ്മൾ വാങ്ങിക്കുന്ന അതിൽ പറയുന്നുണ്ട് അവർ ഏത് തുണിക്കൊക്കെ എന്താണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ ഞാൻ ഉപ്പിടാതെയും ഈ സംഭവം മുന്നേ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇതിൽ ഇപ്പോൾ ഉപ്പിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. മുന്നും ഞാൻ ഡൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പിന്നെ പലർക്കും ഡൗട്ട് ഉണ്ടാവും ഇത് പിന്നെ ഫെയ്ഡായി പോകുമെന്ന്. വർഷങ്ങളോളം നിൽക്കും ഇത്. ഈ കളർ തന്നെ കുറേ നാൾ നിൽക്കും. കഴുകുമ്പോൾ അങ്ങനെ കളർ പോകുമൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് ഈ കളർ പോണ വരെ വാഷ് ചെയ്തെടുക്കണം, എന്നിട്ടാണ് ഉണക്കേണ്ടത്. അങ്ങനെ കളർ പോകുന്നില്ല. പിന്നെ കുറച്ച് ഒരു 3-4 വർഷമൊക്കെ കഴിയുമ്പോൾ അത് കളർ ഇങ്ങനെ ഫെയ്ഡായി നമ്മുടെ ആദ്യത്തെ കളറാവും. പിന്നെ അത് അങ്ങനെ ആവും. പക്ഷെ കുറേ നാൾ നിൽക്കും കേട്ടോ. കഴുകിയാലും അങ്ങനെ കളറൊന്നും പോവാതെ കുറേ നാൾ നിൽക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നാട്ടിലൊക്കെ ഉള്ളവർക്ക് പ്രശ്നമില്ല. നമ്മളിത് ചെയ്യണ ആ വെള്ളം പുറത്തേക്ക് കളഞ്ഞാൽ മതി. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ എന്നെ പോലെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമ്മളിത് കളയുന്നത് ഒന്നെങ്കിൽ ബാത്റൂമിലായിരിക്കും, അല്ലെങ്കിൽ സിങ്കിൽ, അല്ലെങ്കിൽ ക്ലോസറ്റിൽ. അങ്ങനെയൊക്കെയാണല്ലോ നമ്മളിങ്ങനെ കളറായിട്ടുള്ള വെള്ളം കളയുക. അപ്പം ഞാൻ ക്ലോസറ്റിലാണ് ഫസ്റ്റ് ബ്ലാക്ക് കളർ നമ്മളിട്ട വെള്ളം ഒഴിച്ച് കളഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ക്ലോസറ്റിൻ്റെ വൈറ്റ് കളറിന് അത് പെട്ടെന്ന് നമ്മൾ കഴുകി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു കളർ പിടിക്കും കേട്ടോ, ഒരു ഗ്രേ കളർ പിടിക്കും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മൾ ഹാർപ്പിക്ക് ഒഴിച്ച് കഴുകി കളഞ്ഞില്ലെങ്കിൽ ആ കറ അവിടെ കിടക്കും. കാരണം ഞാൻ കുറച്ച് എന്താ വെച്ചെങ്കിൽ നമ്മൾ ഫസ്റ്റ് കപ്പിൽ കളർ മിക്സ് ചെയ്തില്ലേ, ആ കപ്പ് ഞാൻ കഴുകിയത് വാഷ് ബേസിനിലാണ്. അതും വൈറ്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ കളർ പോവാൻ കുറേ സമയം എടുത്തു. അത് പോവാന്ന് വെച്ചാൽ ഞാൻ അപ്പം തന്നെ അത് കഴുകിയില്ല. അപ്പം തന്നെ കഴുകിയെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. ക്ലോസറ്റ് ഞാൻ കുറച്ച് വീഡിയോ എടുക്കുന്നത് കാരണം ഇതിലേക്കാണ് ശ്രദ്ധ ഉണ്ടായി. അപ്പോൾ അത് കഴുകാൻ ഞാൻ ഓർത്തില്ല. പിന്നെ അത് കഴുകിയതിന് ശേഷമാണ് അത് നോക്കിയപ്പോൾ കുറച്ച് കളർ അവിടെ ഇവിടെ കിടക്കണ്ടായിരുന്നു. പിന്നെ ഞാൻ ഭയങ്കരമായിട്ടിരുന്ന് ഉരച്ചൊരച്ചിട്ട് കഴുകിയിട്ടാണ് അത് പോയത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. നാട്ടിലാണെങ്കിൽ പ്രശ്നമില്ല, നമുക്കത് മണ്ണിൽ ഒഴിച്ച് കളയാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിൽ വന്നിട്ടുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഇത് കളറൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ട് ഞാനിത് ഇട്ടിട്ടുള്ള ഫോട്ടോ കാണിച്ചു തരാം. കളറൊക്കെ അടിപൊളിയായിട്ട് നല്ല ബ്ലാക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ആ ബ്ലൂ പോയിട്ട് വന്ന ഒരു കളറ് നല്ല അടിപൊളിയാണ്. പക്ഷെ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ത്രെഡ് കണ്ടോ, ത്രെഡ് കാണുന്നുണ്ടല്ലോ, ത്രെഡിൻ്റെ ആ കളറ് ബ്ലൂ തന്നെയാണ്. അതെന്തുകൊണ്ട് മാറിയില്ല എന്ന് എനിക്കറിയില്ല. ത്രെഡ് ശരിക്കും കോട്ടൺ ആണല്ലോ, പക്ഷെ ഇതിൽ എന്താണ് മാറാത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിനങ്ങനെ വലിയ പ്രോബ്ലമായിട്ട് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ എടുത്ത് കാണില്ല. ബ്ലൂ ആണ് ത്രെഡ് എന്നുള്ളത് അങ്ങനെ കാണില്ല. പിന്നെ വൈറ്റൊന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ല. വൈറ്റൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. നല്ല അടിപൊളിയായിരുന്നു. ഇതിട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിട്ടിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചു ഡ്രസ്സ് മാറിയോ, ഇത് ഭംഗിയുണ്ടെന്ന്. അപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. അപ്പോൾ നിങ്ങളും ഇതുപോലെ വല്ല ഡ്രൈ ആയിട്ടുള്ള നരച്ചിട്ടുള്ള ടോപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള കളർ, ഇത് പല കളറിൽ കിട്ടും കേട്ടോ. ഒരെണ്ണത്തിൽ 5 പാക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ തുണികൾ ചെയ്തെടുക്കാം. ഒരു സാരിക്ക് ഒരെണ്ണം മതി. അപ്പോൾ നമുക്ക് ടോപ്പിന് ഒരു 3-4 ടോപ്പൊക്കെ ഒറ്റ പാക്കറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പഴയതൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ പുത്തനാക്കി മാറ്റിക്കോളാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ. നോട്ടിഫിക്കേഷൻ ബെല്ല് ഓണാക്കി വയ്ക്കുക. ഇതൊന്നും അങ്ങനെ പ്രത്യേകിച്ച് പറയണമെന്നില്ല, എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.